നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എടാ ഉണ്ണി, അവള് പാറുവിന്റെ കൂടെ വന്നല്ലേ? ആ അതെ. അവള് എന്നെ തന്നെയാ നോക്കുന്നേ. മുതലാളി, നമ്മളന്ന് പാറു ജോലി ചെയ്യുന്ന കമ്പനി പോയില്ലേ? അന്ന് ഈ പെണ്ണ നമ്മളോട് ബിസിനസ് സംസാരിച്ചത്. ആ ശരിയാ. കണ്ടപ്പോ തന്നെ എനിക്ക് നല്ല മുഖപരിചയം തോന്നി. ഇപ്പോഴാളെ പിടികിട്ടിയത്. നിങ്ങളന്ന് ഞങ്ങളുടെ കമ്പനിയിൽ വന്ന ആളല്ലേ? പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ്. എനിക്ക് രുദ്രപ്രതാപനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. പുതിയ ബിസിനസ് തുടങ്ങുന്നു എന്ന് പറഞ്ഞു വന്നിട്ട് പിന്നെ ആ വഴിക്ക് വന്നില്ല. അതിനെക്കുറിച്ചല്ലേ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്? ആ ഐഡിയ ഞങ്ങൾ വിട്ടു. ഞാൻ ഈ നാട്ടില് വന്നത് ഉത്സവം കാണാനാ, ബിസിനസ് സംസാരിക്കാനല്ല. ബിസിനസ് അല്ലാതെ പിന്നെന്താ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനുള്ളത്? ശത്രുവിന്റെ ശത്രു മിത്രമെന്നൊരു ചൊല്ല് ഞാൻ കേട്ടിട്ടുണ്ട്. മനസ്സിലായില്ല. ആരാണ് ശത്രു, ആരാണ് മിത്രം? ആരുടെ ശത്രു? തെളിച്ചു പറഞ്ഞാൽ നന്നായിരുന്നു. ശത്രു ആരാണെന്നൊക്കെ ചോദിച്ചാ എനിക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ. ദാറ്റ്സ് പാർവതി. നിങ്ങളുടെയൊക്കെ പാറു. പാറുവിനെ നിങ്ങൾ ശത്രുവായി കാണാനുള്ള കാരണം? ഞാൻ സ്നേഹിക്കുന്നത് അവളെയാണ്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അവളാ. കൈലാഷിനെ കൈലാഷ പോലും അറിയാതെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അവനോട് ഞാൻ എന്റെ ഇഷ്ടം തുറന്നു പറയാൻ നിൽക്കുമ്പോഴാ അവിടെ ഞങ്ങൾക്കിടയിലേക്ക് വന്നത്. അറ്റ് എനി കോസ്റ്റ് കൈലാഷിനെ എനിക്ക് വേണം. നിങ്ങൾക്ക് പാർവതിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. നമ്മള് ഒരുമിച്ച് നിന്നാ നിങ്ങൾക്ക് പാർവതിയെയും എനിക്ക് കൈലാഷിനെയും സ്വന്തമാക്കാൻ കഴിയും. മുതലാളി എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? പാർവതി ഇനി കമ്പനിയിലേക്ക് തിരിച്ചു വരരുത്. അറ്റ് എനി കോസ്റ്റ് അവളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തണം. പാർവതി അവിടെ ഇല്ലെങ്കിൽ കൈലാഷിന്റെ മനസ്സ് മാറ്റാൻ എനിക്ക് നിഷ്പ്രയാസം പറ്റും. പാർവതി ഇവിടെ പിടിച്ചു നിർത്താൻ എന്റെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യപ്പെടാം. നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്ത് ഹെൽപ്പും ഞാൻ ചെയ്യും. എന്തിനാ നിങ്ങൾ ചിരിക്കുന്നേ? പാർവിനെ തൊലച്ചുകളയാൻ എന്താ ഒരു വഴിയെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാ സഹായം വാഗ്ദാനം ചെയ്ത് നിങ്ങൾ എന്റെ മുന്നിലേക്ക് വന്നത്. ദൈവത്തിന്റെ ഓരോ കളികളെ അതോർത്ത് ചിരിച്ചുപോയതാ. പാറു ഇനി ടൗണിലേക്ക് മടങ്ങില്ല. അവളെ കൊടുക്കാനുള്ള വലയൊക്കെ ഞാൻ വിരിച്ചു വെച്ചിട്ടുണ്ട്. ആ വലയിൽ അവളെ എത്തിക്കാൻ ഒരാളുടെ സഹായം വേണമല്ലോ. ആരുണ്ടെന്ന് ഞാൻ ആലോചിക്കുമ്പോഴാ നിങ്ങളുടെ ഈ വരവ്. ഇനി കളി മാറും. എന്താ നിങ്ങളുടെ പ്ലാൻ? എന്റെ പ്ലാൻ ഞാൻ ആരോടും തുറന്നു പറയില്ല. 24 മണിക്കൂറും എന്റെ കൂടെ നടക്കുന്ന ഇവനോട് പോലും ഞാൻ തുറന്നു പറയാറില്ല. ചെറിയ ചെറിയ സൂചനകൾ മാത്രമേ നൽകാറുള്ളൂ. അതാ എന്റെ ഒരു രീതി. നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇവിടെ വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാ മതി. കനൽ കലശം അവസാനിക്കുന്നതുവരെ പാറു ചെയ്യുന്ന എല്ലാ ചടങ്ങുകൾക്കും എന്തെങ്കിലും തടസ്സങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കണം. എന്ത് തടസ്സം, അതിനുള്ള വഴിയെന്ത്, അതെല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് ഞാൻ ഏറ്റു. അല്ല, ഞാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ചടങ്ങുകളിൽ ആദ്യത്തേത് പൊങ്കാല സമർപ്പണമാണ്. പാർവിന് പൊങ്കാല ഇടാൻ കഴിയരുത്. പൊങ്കാലക്കാലം പൊട്ടിച്ചിതറണം. ഓക്കേ, ഡൺ. ഡൺ. വെള്ളച്ചാൽ ദുർഗാദേവി ഇപ്പം മുതലാളിയുടെ കൂടെയാ. അതാ സഹായം മുതലാളിയെ തേടി ഇങ്ങോട്ട് വന്ന്. ഇപ്പൊ തന്നെ പാറു അവളുടെ കുടുംബവും പൂർണ്ണ നാശത്തിന്റെ വക്കില. ഒരു ചെറിയ തള്ളുകൂടി വെച്ചു കൊടുത്താൽ മതി. അവളുടെ തന്തയും തള്ളയും ചേച്ചിയും സാഗരക്കുഴിയിൽ മൂക്കും കുത്തി വീഴും.
കരകയറാൻ കഴിയാതെ ഇനി ഞാൻ ഇവളെ വെച്ച് കളിക്കും. പാറുവിന്റെ കുടുംബത്തിന്റെ അസ്ഥിവാരം തോണ്ടുന്ന കളി.